Translation. So we now introduce the very important concept of translation, or it is the spatial displacement. So suppose we start with a state that is well localized around x prime. So let us consider an operation that changes the x prime into another well localized state, this time around x prime plus dx prime, with everything else unchanged. Such an operation is defined to be an infinitesimal translation by dx prime, and the operator that does the job is denoted by t of dx. സോ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ സപ്പോസ് എക്സ് പ്രൈമിൽ ലോക്കലൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സോ ഒരു പാർട്ടിക്കിൾ എന്താണ് എക്സ് പ്രൈമിലാണ് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്, അതെന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എബൌട്ട് ദ ഇഫ് ഇറ്റ് ഈസ് സെറ്റ്, ദെൻ അത് സെറ്റിനെ എബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ടച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിവിടെ എടുക്കുന്നത് കോർഡിനേറ്റ് ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇതിൻ്റെ പൊസിഷൻ മാറുകയാണ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ മാറുകയാണ്. അതായത് ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിന് വന്നു. അപ്പോൾ ആ ഒരു ദൂരമാണ് അല്ലെങ്കിൽ ആ ഒരു കോർഡിനേറ്റാണ് നമ്മൾ ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഇത് ഇവിടേക്ക് ലോക്കലൈസ്ഡ് ആയി, എക്സ് പ്ലസ് ഡി എക്സ് പ്രൈമിലേക്ക് ലോക്കലൈസ്ഡ് ആയി. ഓക്കെ, സോ നമ്മളിവിടെ ടച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മളിവിടെ മാത്തമാറ്റിക്കലി എന്താണ് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. അതായത് സ്പേസിൽ ഒരു പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റിന് ഉണ്ടാവുന്ന ചേഞ്ച്, അതല്ലെങ്കിൽ സ്പേഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്, അതർ പ്രോപ്പർട്ടീസ് എല്ലാം അൺചേഞ്ച്ഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ സ്പിന്ന്, ഡയറക്ഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞു എബൌട്ട് സെറ്റ് എക്സ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പിന്നും ഡയറക്ഷനും ഒക്കെ അൺചേഞ്ച്ഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ട്രാൻസ്ലേഷൻ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ, അതായത് വളരെ ചെറിയൊരു ചേഞ്ചാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അത് ഡി എക്സ് പ്രൈം ആണ്. അപ്പോൾ ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷനാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അതിന് ടി ഓഫ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിന് എന്ത് മനസ്സിലായി, ഈ നമ്മളിപ്പം നമ്മുടെ സിസ്റ്റം അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കെറ്റ് എക്സ് പ്രൈമിലാണ് ഇരിക്കണമെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്തായി, ഈ ടി ഓഫ് ഡി എക്സ് ഈ കെറ്റ് എക്സ് പ്രൈമിൽ ആക്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി, അത് ചേഞ്ചായി. അത് എവിടേക്ക് മാറി, അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, എക്സ് പ്ലസ് ഡി എക്സ് പ്രൈം ആയിട്ട് മാറി എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ടി ഓഫ് dx prime is acting on ket x prime will give you another ket, അതല്ലെങ്കിൽ അതെന്തായി, അതിൻ്റെ പൊസിഷൻ മാറി, അത് എക്സ് പ്ലസ് ഡി എക്സ് പ്രൈമിലേക്ക് ലോക്കലൈസ്ഡ് ആയി. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കെറ്റ് എക്സ് പ്ലസ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടാണ്. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ദ ആർബിട്രറി ഫേസ് ഫാക്ടർ ഈസ് സെറ്റ് ടു യൂണിറ്റി ബൈ കൺവെൻഷൻ. നൗ the ket x prime is not an eigenket of the infinitesimal operator. സോ ഇവിടെ ഇത് ഒരു പൊസിഷൻ eigenket ആണ്. ഈ കെറ്റ് എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് പ്രൈം എന്ന് പറയുന്ന പൊസിഷൻ eigenket ആണ്. ഓക്കെ, അതിൻ്റെ eigen വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ വരിക, എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് പ്രൈം ആണ് വരിക. ഈ കെറ്റ് എക്സ് പ്രൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് an eigenket of the infinitesimal translation operator. ഇത് ശരിക്കും എന്തായിരുന്നു, നമ്മളെടുത്ത ആ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന കെറ്റാണ്, അല്ലാണ്ട് ടി ഓഫ് ഡി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഈഗൻ കെറ്റല്ല. ഓക്കെ, സോ അഗെയിൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ആർബിട്രറി സ്റ്റേറ്റ് കെറ്റ് എടുക്കുക. ഇറ്റ് ഈസ് കെറ്റ് ആൽഫ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കെറ്റ് ആൽഫയിൽ ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ദാറ്റ് ഈസ് ടി ഓഫ് ഡി എക്സ് പ്രൈം ഈസ് ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ. കെറ്റ് ആൽഫിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ദ പൊസിഷൻ ഈഗൻ കെറ്റ്, അതായത് കെറ്റ് എക്സ് പ്രൈം വെച്ചിട്ട് നമുക്ക് കെറ്റ് ആൽഫിനെ എക്സ്പാൻഡ് ചെയ്യാലോ.
ദാറ്റ് ഈസ് കെറ്റ് ആൽഫ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം -∞ ടു +∞ d ക്യൂബ് എക്സ് പ്രൈം ഇൻറ്റു കെറ്റ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ എന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൻ്റെ കേസിൽ. ഇത് എന്താണ് ഇൻറ്റഗ്രൽ ഫ്രം -∞ ടു +∞ d ക്യൂബ് എക്സ് പ്രൈം കെറ്റ് എക്സ് ബ്രാ എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് റിലേഷനാണ്. അത് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിലേഷൻ കറക്റ്റ് കെറ്റ് ആൽഫിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് കെറ്റ് എക്സ് പ്രൈം. സോ അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ഡി എക്സ് പ്രൈം ഈസ് ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ എന്ത് വരും? ടി ഓഫ് ഡി എക്സ് പ്രൈം ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം കെറ്റ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. കാരണം നമ്മൾ ഈ ഒരു വാല്യൂ അല്ല, അത് നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കെറ്റ് ആൽഫയ്ക്ക്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം, ഈ ഓപ്പറേറ്റർ ഇല്ലേ അത്. സോ ഓപ്പറേറ്റർ ടി ഓഫ് ഡി എക്സ് പ്രൈം ഉണ്ട്, ദെൻ ഇറ്റ് ഈസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എക്സ് പ്രൈം ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂബ് എക്സ് പ്രൈം. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ടി ഓഫ് ഡി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടി ഡി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കെറ്റ് എക്സ് പ്രൈമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു ഇക്വേഷൻ 1 അനുസരിച്ചിട്ട്? കെറ്റ് എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് പ്രൈം ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കെറ്റ് എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് പ്രൈം, ദെൻ ബാക്കി ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ. ഇവിടെ ഇതൊക്കെ വെക്റ്ററാണ് കേട്ടോ, കാരണം നമ്മൾ 3 ഡയമെൻഷണൽ ആണ്, അപ്പോൾ എല്ലാം വെക്റ്ററാണ്. അപ്പോൾ വെക്റ്റർ സിമ്പിൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ എക്സിൽ ആക്ട് ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി? എക്സ് പ്ലസ് ഡി എക്സ് ആയിട്ട് മാറി അല്ലേ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എക്സ് മൈനസ് ഡി എക്സ് എന്ന് പറയുന്നൊരു കോർഡിനേറ്റും ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ എക്സ് മൈനസ് ഡി എക്സിലാണ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ എങ്ങോട്ട് എത്തി? എക്സിലേക്ക് എത്തി അല്ലേ. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം? ടി ഓഫ് ഡി എക്സ് പ്രൈം ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എക്സ് മൈനസ് ഡി എക്സ് പ്രൈം. നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? കെറ്റ് എക്സ് പ്രൈം ആണ് കിട്ടുക. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4. ഞാൻ അത് നമുക്ക് എന്ത് ചെയ്യാം? സോ കെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെറ്റ് എക്സ് പ്രൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഒരു കാര്യം. സോ നമുക്ക് എന്ത് വരും? അപ്പോൾ ഇവിടെ കെറ്റ് ആൽഫിനെ നമുക്ക് എഗെയിൻ നമ്മൾ കെറ്റ് എക്സ് മൈനസ് ഡി എക്സ് പ്രൈം എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അപ്പോൾ ഈ കെറ്റ് എക്സ് പ്രൈം മൈനസ് ഡി എക്സ് പ്രൈം എന്ന് പറയുന്ന സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്തിനെ എഴുതാം? ആർബിട്രറി കെറ്റ് ആൽഫിനെ എഴുതാമല്ലോ. സോ കെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം കെറ്റ് എക്സ് മൈനസ് ഡി എക്സ് പ്രൈം ബ്രാ എക്സ് മൈനസ് ഡി എക്സ് പ്രൈം കെറ്റ് ആൽഫ. കാരണം ഇത് 1 ആണ് കംപ്ലീറ്റ്നെസ് റിലേഷൻ അനുസരിച്ചിട്ട്. സോ ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യാണ്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ടി ഡി എക്സ് പ്രൈം ഈസ് ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ. ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം ടി ഡി എക്സ് പ്രൈം കെറ്റ് എക്സ് പ്രൈം മൈനസ് ഡി എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം മൈനസ് ഡി എക്സ് പ്രൈം കെറ്റ് ആൽഫ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സോ എന്ത് വരും? ടി ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഡി എക്സ് പ്രൈമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? കെറ്റ് എക്സ് ആണ് കിട്ടുക, കെറ്റ് എക്സ് പ്രൈം ആണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം കെറ്റ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം മൈനസ് ഡി എക്സ് പ്രൈം കെറ്റ് ആൽഫ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. അപ്പം 3ൻ്റെയും 4ൻ്റെയും RHS എന്താണ്? 3ൻ്റെയും 6ൻ്റെയും RHSകൾ ഈക്വലാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം കെറ്റ് എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ക്യൂബ് എക്സ് പ്രൈം കെറ്റ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം മൈനസ് ഡി എക്സ് പ്രൈം കെറ്റ് ആൽഫ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ ഇവിടെ ഇതുണ്ടല്ലോ, ഈ ബ്രാ എക്സ് പ്രൈം ഡി എക്സ് പ്രൈം കെറ്റ് ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേവ് ഫങ്ഷൻ ഓഫ് ദ ട്രാൻസ്ലേറ്റഡ് സ്റ്റേറ്റ്. അതായത് ടി ഡി എക്സ് പ്രൈം കെറ്റ് ആൽഫയിൽ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റിൻ്റെ വേവ് ഫങ്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കെറ്റ് ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് എക്സ് പ്രൈം മൈനസ് ഡി എക്സ് പ്രൈമിലേക്ക് ജമ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡ് സ്ക്വയർ ആയിരിക്കും അല്ലേ. നമ്മളെങ്ങനെയാണ് ആൽഫ എന്ന് പറയുന്നത് എക്സ് പ്രൈമിലേക്ക് ജമ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡ് സ്ക്വയറും ആണ് ഉണ്ടാവുക.
നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ടി ഡി എക്സ് പ്രൈം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യൂണിറ്ററി പ്രോപ്പർട്ടിയാണ്. സോ ഇഫ് ket alpha is normalized, then we demand the translated ket t dx prime ket alpha also normalized to unity. ket alpha normalized ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് സ്റ്റേറ്റ്, അതായത് ടി ഡി എക്സ് ആക്ട്സ് ഓൺ ket alpha എന്ന് പറയുന്നതും എന്തായിരിക്കണം എന്നാണ്, യൂണിറ്റി ആയിരിക്കണം എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ദാറ്റ് ഈസ് ബ്രാ ആൽഫ ket alpha ഈസ് ഈക്വൽ ടു ബ്രാ ആൽഫ. ഈ ഓപ്പറേറ്ററാണ്, അപ്പോൾ ബ്രായിലേക്ക് വരുമ്പോൾ, ബ്രാ സ്പേസിലേക്ക് വരുമ്പോൾ എന്താ കോൺജുഗേറ്റ് ആയിട്ട് മാറും, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് മാറും, ട്രാൻസ്പോസ്ഡ് കോൺജുഗേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ടി ഡാഗർ ഡി എക്സ് പ്രൈം ടി ഡി എക്സ് പ്രൈം ket alpha. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണമല്ലോ. അങ്ങനെ 1 ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ വരേണ്ടത്? ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ടി ഡാഗർ ഡി എക്സ് പ്രൈം ടി ഡി എക്സ് പ്രൈം ഈക്വൽ ടു 1. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, സപ്പോസ് വി കൺസിഡർ 2 സക്സസീവ് ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻസ്, ഫസ്റ്റ് ബൈ ഡി എക്സ് പ്രൈം ആൻഡ് സബ്സിക്വൻ്റ്ലി ഡി എക്സ് ഡബിൾ പ്രൈം. അതെന്തായിരിക്കണം എന്നില്ല, സെയിം ഡയറക്ഷനിലായിരിക്കണം എന്നില്ല. സോ വി എക്സ്പെക്ട് ദാറ്റ് ദ നെറ്റ് റിസൾട്ട് ഓഫ് എ സിംഗിൾ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റഡ് ബൈ വെക്റ്റർ സം ഓഫ് ഡി എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് ഡബിൾ പ്രൈം. സോ വി ഡിമാൻഡ് ടി ഡി എക്സ് ഡബിൾ പ്രൈം into t dx prime equal to t of dx prime plus dx double prime. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഒരു ഫിഗർ, സപ്പോസ് പാർട്ടിക്കിളാണ്. പാർട്ടിക്കിളിനെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഡി എക്സ് പ്രൈം എന്ന് പറയുന്ന ഇൻഫിനിറ്റിസിമൽ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തായി, അതിൻ്റെ പൊസിഷൻ എന്തായിട്ട് മാറി, ഇവിടേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, പൊസിഷൻ വന്നു. അപ്പോൾ ഇതെന്താണ്, ടി ഓഫ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ കാണിക്കാം. അതിനുശേഷം ഡി എക്സ് ഡബിൾ പ്രൈം, അതായത് ഇവിടെയാണ് ഇപ്പോൾ പൊസിഷൻ ഇരിക്കുന്നത്, അതെന്തായിട്ട് മാറി, ഇവിടേക്ക് മാറി. ഡി എക്സ് ഡബിൾ പ്രൈം, അതായത് ടി ഓഫ് ഡി എക്സ് ഡബിൾ പ്രൈം ആണ് അവിടെ ആക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറി. അപ്പോൾ ഇത് രണ്ടും ആദ്യം ടി ഡി എക്സ് ചെയ്തു, അതിനുശേഷം ടി ഡി എക്സ് ഡബിൾ പ്രൈം ചെയ്തു. അപ്പോൾ പൊസിഷൻ ഇങ്ങോട്ട് എത്തി. അപ്പോൾ ഈ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്നാണ് പറയുന്നത്, ഇതിൻ്റെ വെക്റ്റർ സമ്മിന് തുല്യമാണ്. മനസ്സിലായോ? അതായത് ടി ഓഫ് ഡി എക്സ് പ്രൈം പ്ലസ് ഡി എക്സ് ഡബിൾ പ്രൈമിന് ഈക്വൽ ആണ്. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, കൺസിഡർ എ ട്രാൻസ്ലേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്, ഇവിടെയാണ് പൊസിഷൻ ഉള്ളത് പാർട്ടിക്കിളിൻ്റെ. ദെൻ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ അതിൻ്റെ ആ സ്റ്റേറ്റ് ഗെറ്റിലേക്ക് ആക്ട് ചെയ്തപ്പോൾ അതിൻ്റെ പൊസിഷൻ ഇവിടെ ഇട്ട് മാറി. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, നേരെ മൈനസ് അല്ലേ, ടി ഓഫ് മൈനസ് ഡി എക്സ്. അതാണല്ലോ ഓപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസിഡർ എ ട്രാൻസ്ലേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ വി എക്സ്പെക്ട് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രാൻസ്ലേഷൻ ടു ബി ദ സെയിം ആസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഒറിജിനൽ ട്രാൻസ്ലേഷൻ. ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇൻവേഴ്സ് ആയിട്ടാണ് വരിക. അപ്പോൾ ടി ഓഫ് മൈനസ് ഡി എക്സ് പ്രൈം ഈക്വൽ ടു ടി ഇൻവേഴ്സ് ഡി എക്സ് പ്രൈം. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. Then fourth property, we demand that as dx prime tends to 0, the translation operation reduce to the identity operation. എന്ന് വെച്ചാൽ അതായത് ലിമിറ്റ് ഡി എക്സ് ടെൻസ് ടു 0, ഡി എക്സ് പ്രൈം, ലിമിറ്റ് ഡി എക്സ് പ്രൈം ടെൻസ് ടു 0, ടി ഓഫ് ഡി എക്സ് പ്രൈം ഈക്വൽ ടു 1. അതായത് ഇവിടെയാണ് പൊസിഷൻ ഉള്ളത്. സോ ടി ഓഫ് ഡി എക്സ് പ്രൈം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ മാറി. അപ്പോൾ ഡി എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഇൻഫിനിറ്റിസിമൽ ഡിസ്റ്റൻസ് 0ക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ അല്ലേ പൊസിഷൻ, അതായത് അത് 1 ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ,